السلام عليكم ورحمة الله وبركاته. الحمد لله المبيد الباعث المريد الوارث الذي قهر بالفناء ما دونه وعلم من الغيب مكنونا واختار من خلقه محمدا أمينا. أحمده وهو بالحمد جدير، أستنصره وهو نعم المولى ونعم النصير وهو على كل شيء قدير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് സൂക്ഷ്മത നിർഭരമായി ജീവിക്കണേ എന്ന് സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയും അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലടക്കം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും സ്വാലിഹായ അമലായി പരിഗണിച്ച് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും പരലോക വിജയവും സ്വർഗീയ പ്രവേശനവും കൃത്യമായി പ്രതീക്ഷിച്ചും പ്രവർത്തന നിരതമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ അനുഷ്ഠാന കർമ്മങ്ങളോ മാത്രമാണ് എന്ന് പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം, അവൻ്റെ പെരുമാറ്റവും പരിശുദ്ധ ദീനിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി അന്വേഷിച്ചറിഞ്ഞ ആളുകളോട് അവിടുത്തെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ പരിശുദ്ധ ഖുർആനായിരുന്നു എന്നുള്ളതാണ്. തന്നെ ഉപദ്രവിച്ച, തന്നോട് കയർത്ത് സംസാരിച്ച, പരിശുദ്ധ ദീനിനെ പോലും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള ആളുകളോട് വരെ വളരെ സുന്ദരമായി മാന്യമായി പെരുമാറാൻ പഠിപ്പിച്ച പരിശുദ്ധ ദീനിന്റെ ഉത്തുംഗമായ മാതൃക കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, മക്കാ വിജയത്തിന്റെ സമയത്ത് മഹാനായ കഅബ് ബിൻ സുഹൈർ പ്രവാചക സന്നിധിയിൽ ഹാജരാകുന്നുണ്ട്. അവിടുന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, പരിശുദ്ധ ദീനിന്റെ താങ്കളുടെ ഇസ്ലാമിന്റെ ശത്രുക്കളെ താങ്കളുടെ കയ്യിൽ കിട്ടിയാൽ താങ്കൾ എങ്ങനെയാ അവരെ കൈകാര്യം ചെയ്യുക? അന്ന് വരെ ലോകം കണ്ട എല്ലാ ഭരണാധികാരികളും അവരുടെ ശത്രുക്കളെ കയ്യിൽ കിട്ടിയാൽ നിഗ്രഹിച്ചു കളയുക, ഉന്മൂലനം ചെയ്യുക എന്നത് അവരുടെ രീതി. അതുപോലെ പ്രവാചകനും ഇസ്ലാമിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കുമെന്ന പ്രതീക്ഷയോടെയാ കഅബിന്റെ ചോദ്യം, താങ്കളുടെ ശത്രുക്കളെ താങ്കൾ എന്ത് ചെയ്യും? പ്രവാചകൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്യൂല. അപ്പൊ കഅബ് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, കഅബിനെ കിട്ടിയാലോ? കഅബ് അശ്ലീല വാചകങ്ങളെ കൊണ്ട് മോശമായ രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിനെയും പ്രവാചകനെയും നിന്ദിച്ചുകൊണ്ട് നിരന്തരം കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ കണ്ടാൽ വധിക്കാൻ വരെ തയ്യാറായിട്ട് സഹാബത്ത് നടക്കുക. ആ കഅബിനെ കണ്ടാ നിങ്ങൾ വധിച്ചു കളയോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇല്ല, കഅബിനെ കണ്ടാലും ഞാനൊന്നും ചെയ്യൂല. പെട്ടെന്ന് എഴുന്നേറ്റ് ചാടിക്കളിച്ചുകൊണ്ട് കഅബ് വേഷപ്രച്ഛന്നനായിട്ടാ പ്രവാചക സന്നിധിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നത്. തന്റെ വേഷം കഴിച്ചു മാറ്റുകയാണ്. അപ്പൊ പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ കഅബേ, എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ വേഷം കെട്ടിയിട്ട് വരേണ്ട ആവശ്യം? ആ സമയത്ത് കഅബിന്റെ മറുപടി ഉണ്ട്, പ്രവാചകരെ, താങ്കളെ എനിക്ക് വിശ്വാസമാണ്, താങ്കളെ എനിക്ക് വിശ്വാസ, പക്ഷെ താങ്കൾ അടുത്ത് എത്തുന്നതിന് മുമ്പ് സഹാബത്തിന്റെ ഇടയിൽ കൂടെ എനിക്ക് വരാനുള്ളത്, അവരെന്നെ എന്തെങ്കിലും ചെയ്തു കളയോ എനിക്ക് ഭയമുണ്ടായിരുന്നു എന്ന് പറയുന്ന കഅബിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. തന്നെ എതിർത്തിട്ടുള്ള ആളുകളെ മുഴുവനും താൻ നടക്കുന്ന വഴിയിൽ കല്ലും മുള്ളും കൊണ്ടിട്ട, മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ, മക്കയിൽ നിന്ന് തന്നെ ആട്ടിപ്പുറത്താക്കിയ, മദീനയിലെത്തിയിട്ടും സ്വൈര്യം കൊടുക്കാതെ നിരന്തരമായി മർദ്ദിച്ച, നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല മുതുകിൽ കൊണ്ടിട്ട എന്നിങ്ങനെ ക്രൂരമായി തന്നെ മർദ്ദിച്ച മുഴുവൻ മനുഷ്യരെയും നിരായുധരായി തന്റെ കയ്യിൽ കിട്ടിയപ്പോഴും ഇദ്ഹബൂ അൻതും തുലഖാ, പൊയ്ക്കൊള്ളൂ, പൊയ്ക്കൊള്ളുക, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ് എന്ന് പറയാൻ കണ്ട, ലോകം കണ്ട മകുടോദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ ഒന്ന് ചിന്തിക്കുക. പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് നിസ്കരിക്കാൻ വരുമ്പോ, ആളുകളുമായിട്ട് പെരുമാറുമ്പോ
കുടുംബത്തില്, അയൽവാസികളില് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന, ഞാൻ അഭിമുഖീകരിക്കുന്ന, എന്റെ മുന്നിൽ കാണുന്ന ഏതെങ്കിലും മനുഷ്യന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അരുതായ്മ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശുദ്ധ ദീനിന്റെ അനുയായി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. മയ്യിത്ത് നിസ്കാരം നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഒരുപാട് ആവർത്തി കേട്ടിട്ടുണ്ട്. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ മൈക്കെടുത്തിട്ട് ഇങ്ങനെ വിളിച്ചു പറയും, ഇന്നയാളുടെ മയ്യിത്താണ് നമ്മുടെ മുന്നിലുള്ളത്. ആ മനുഷ്യന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് അദ്ദേഹവുമായി നമ്മളൊക്കെ പലതരത്തിലും പെരുമാറിയിട്ടുണ്ട്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇഷ്ടകരമല്ലാത്ത വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെയും നമ്മുടെയും പരലോക വിജയം ആഗ്രഹിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കണേ എന്നൊരു മനുഷ്യനെ വിളിച്ചു പറയും. അപ്പൊ നമ്മളൊക്കെ മനസ്സുകൊണ്ട് പറയും, പൊരുത്തപ്പെട്ടു, അംഗീകരിച്ചു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യരുമായിട്ടുള്ള പ്രശ്നം, ഒരാളുമായിട്ടുള്ള പ്രശ്നം പരിശുദ്ധ റബ്ബ് പൊരുത്തപ്പെടണമെങ്കിൽ ആദ്യം ആ മനുഷ്യൻ പൊരുത്തപ്പെടണമെന്ന് പറയുമ്പോ മരിച്ചു പോയതിനു ശേഷം മയ്യിത്ത് നിസ്കാരത്തിന്റെ വേളയിൽ പൊരുത്തപ്പെട്ടത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ അടുത്ത് നിരന്തരമായിട്ട് പാരിതോഷികങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. പ്രവാചകനെ ഭയങ്കര ഇഷ്ടാ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമ്മാനം കൊടുക്കും. ആ മനുഷ്യൻ ഒരിക്കൽ കുറച്ച് മുന്തിരിയുമായിട്ട് പ്രവാചകന്റെ അടുത്ത് വരിക. എന്നിട്ട് ആ മുന്തിരി പ്രവാചകന് കൊടുത്തു. പ്രവാചകൻ അതിൽ നിന്ന് ഒരു മുന്തിരി എടുത്ത് കഴിച്ചു, അടുത്തത് കഴിച്ചു. മുന്തിരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. സന്നിധിയിലിരിക്കുന്ന സഹാബത്തൊക്കെ അടുത്ത മുന്തിരിയെങ്കിലും പ്രവാചകൻ ഞങ്ങൾക്കൊക്കെ തരുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. പ്രവാചകൻ കൊടുക്കുന്നില്ല, പ്രവാചകൻ കഴിച്ചുകൊണ്ടേയിരിക്കുക. ആ മുന്തിരി കൊണ്ടുവന്ന മനുഷ്യൻ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നുണ്ട്. ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, സാധാരണ ഇങ്ങനല്ലല്ലോ, എന്ത് സാധനം കിട്ടിയാലും ഞങ്ങൾക്ക് കൂടെ തന്നിട്ടാണല്ലോ താങ്കൾ കഴിക്കാറുള്ളത്, ഇതെന്താ ഞങ്ങൾക്ക് തരാതെ താങ്കൾ ഒറ്റക്ക് മുന്തിരി കഴിച്ചെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ആ മുന്തിരി ഭയങ്കര പുളിയുള്ളതായിരുന്നു. ഞാൻ അതെങ്ങാനും നിങ്ങൾക്ക് തന്നാല് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് തമാശക്കെങ്കിലും പുളിയുള്ള മുന്തിരിയാണല്ലോ പ്രവാചകന് കൊണ്ടു കൊടുത്തതെന്ന് വെറുതെയെങ്കിലും പറഞ്ഞാല് അത് ആ മനുഷ്യന് സങ്കടമായിട്ട് മാറും. അതുകൊണ്ടാ അയാള് കടന്നു പോകുന്നത് വരെ ഒരു മുന്തിരി പോലും ഞാൻ നിങ്ങൾക്ക് തരാതിരുന്നതെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകന്റെ അനുയായികളാകുന്ന നമ്മള് പലപ്പോഴും തെറ്റ് കണ്ടാൽ പോലും ആ തെറ്റിനെ സ്നേഹത്തോടെയാണോ വളരെ കാർക്കശ്യത്തോടു കൂടിയാണോ പെരുമാറാറുള്ളത്, ബന്ധപ്പെടാറുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരു പിതാവ് എങ്ങനെയാവണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, മുതൽ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്ന, ലോകം കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യന്, ഏറ്റവും ഉത്തുംഗമായ, ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന 100 ആളുകളെ പറ്റിയിട്ട് ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഒരു പുസ്തകം എഴുതി, ദ 100 എന്ന ആ പുസ്തകത്തിന്റെ പേര്. ഹിറ്റ് എന്ന് പറയുന്ന മനുഷ്യന് ലോകത്ത് മാതൃകയാക്കേണ്ടുന്ന സൽസ്വഭാവികളായ 100 ആളെ പറ്റിയിട്ട് എഴുതിയ ക്രിസ്തീയ വംശജന് അതിലെ 1-ാം അധ്യായത്തില് 1-ാമതായിട്ട് കൊടുത്തത് ദ പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതും ഇത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്, അപ്പുറത്തുള്ള മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന മതമാ. നമുക്കറിയാം മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട് നമ്മൾ പറയും റളിയല്ലാഹു അൻഹു, പ്രവാചകന് ഏറെ പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സയ്യിദു ശുഹദ എന്ന് പ്രവാചകൻ വിളിപ്പേരിട്ട ഹംസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണപ്പെടുന്നത് ഉഹുദ് യുദ്ധത്തിലാണ്. വിഷം പുരട്ടിയ കുന്തം കൊണ്ട് അദ്ദേഹത്തെ എറിഞ്ഞു കൊന്ന വഹ്ശി എന്ന നീഗ്രോ അടിമയുണ്ട്. ആ വഹ്ശിയുടെ പേര് കേട്ടാലും ഹംസയുടെ പേര് കേട്ടാ പറയുന്നത് പോലെ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്. ആ വഹ്ശിയെ കൊണ്ട് അത് ചെയ്യിച്ച ഉടമസ്ഥയുണ്ട്. വഹ്ശി ഹംസയെ കൊന്നു കളഞ്ഞ നിന്റെ തൂക്കത്തിനുള്ള സ്വർണം തരാമെന്ന് പറഞ്ഞ് വഹ്ശിയെ കൊണ്ട് അത് ചെയ്യിച്ച ഹിന്ദുണ്ട്. ആ ഹിന്ദിന്റെ പേര് കേട്ടാലും ഹംസയുടെ പേര് കേട്ടാ പറയുന്നത് പോലെ നമ്മൾ റളിയല്ലാഹു അൻഹ എന്ന് പറയും. ആ ഹിന്ദിന് അത് ചെയ്യാൻ ഏൽപ്പിച്ച വഹ്ശിക്ക് അത് ചെയ്യാൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കിക്കൊടുത്ത് ആ യുദ്ധത്തില് കൃത്യമായിട്ട് ഹംസയെ അവിടെ എത്തിച്ചിട്ടുള്ള ആ യുദ്ധത്തിലെ ഒരു സൂത്രധാരനുണ്ടായിരുന്നു, ഹിന്ദിന്റെ കളിക്കൂട്ടുകാരനായ ഖാലിദ് ബിൻ വലീദ്. അദ്ദേഹത്തിന്റെ പേര് കേട്ടാലും നമ്മൾ പറയും റളിയല്ലാഹു അൻഹു. ഇതാ പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ ഭാഗമായതോടുകൂടി അവര് ചെയ്ത അത്രമാത്രം ക്രൂരമായ പ്രവർത്തനങ്ങൾ വരെ ഇസ്ലാം അംഗീകരിക്കുമ്പോ, ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ അപ്പുറത്തുള്ള മനുഷ്യനോട് ദേഷ്യപ്പെടുമ്പോ, പിണങ്ങി നിൽക്കുമ്പോ, അയാളുമായിട്ടുള്ള ബന്ധം കളയുമ്പോ
നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. മഹാനായ APJ അബ്ദുൽ കലാം തന്റെ പിതാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് തന്റെ പുസ്തകത്തിലൂടെ. എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് APJയുടെ ഉപ്പാന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കും. ഉപ്പാക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടാ APJ കിടന്നുറങ്ങുക. അങ്ങനെ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിക്കുക, ഉമ്മ ചപ്പാത്തി ചൂട. ഉപ്പാക്കും മോൻക്കും ഇങ്ങനെ 2 ചപ്പാത്തി വീതം ഇങ്ങനെ കൊണ്ടു കൊടുക്കും. അടുക്കളയിൽ പോയിട്ട് അടുത്ത ചപ്പാത്തി എടുത്ത് വരും. ഒരു തവണ വന്നിട്ട് ഉപ്പാനോട് ഇങ്ങനെ സംസാരിച്ചു നിന്നു. അടുക്കളയ്ക്ക് പോവാൻ ലേറ്റായി. സ്വാഭാവികമായിട്ടും അടുക്കളയിലുള്ള ചപ്പാത്തി കുറച്ച് കരിഞ്ഞുപോയി. പക്ഷെ കരിഞ്ഞ ചപ്പാത്തി ഒഴിവാക്കാൻ വയ്യ, കാരണം എണ്ണം കണക്കാക്കി ചൂട. അതുകൊണ്ട് കരിഞ്ഞ 2 ചപ്പാത്തിയുമായിട്ട് ഉമ്മ വീണ്ടും വന്നു. ഒന്ന് ഭർത്താവിനും ഒന്ന് മകൻക്കും കൊടുത്തു. ഉമ്മ കുറച്ചപ്പുറത്ത് മാറിയിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ചപ്പാത്തി കഴിച്ചാൽ ഇവർ ഒച്ച ഉണ്ടാക്കും. അത് കേൾക്കാൻ വേണ്ടി അപ്പുറത്ത് ഇങ്ങനെ നിന്നു. ചപ്പാത്തി കഴിച്ചേപ്പിച്ചേ, ഉമ്മ ഇതെന്തൊരു ചപ്പാത്തിയാ, കഴിച്ചിട്ട് തിന്നാൻ പറ്റണില്ലല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉമ്മ എന്ന് വിളിച്ചിട്ടുള്ളൂ. ആ APJനെ ഓവർടേക്ക് ചെയ്തിട്ട് ഉപ്പ വിളിച്ചു ഭാര്യനെ, എടി ഈ ചപ്പാത്തിക്ക് ഇതിനു മുമ്പ് കഴിച്ച 2 ചപ്പാത്തിനെക്കാളും ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അടുത്ത ചപ്പാത്തി കുറച്ചുകൂടെ കരിഞ്ഞിട്ട് കൊടുന്നാ മതിട്ടോ. APJ അന്തം വിട്ട് നോക്കുക ഉപ്പാനെ. ഒന്നും മിണ്ടിയില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ പോയി. രാത്രി ഉറങ്ങാൻ നേരത്ത് ഉപ്പാന്റെ റൂമിൽ പോയി ഉപ്പാക്കൊരു ഉമ്മ കൊടുത്ത് ഒരു സലാം പറഞ്ഞ് തിരിച്ചു പോവാ. ഉമ്മ അടുക്കളയിൽ എത്തിയിട്ടില്ല. ഉപ്പ ഒറ്റക്കാ റൂമില്. അപ്പൊ ഉപ്പാന്റെ ചെവിയിൽ APJ ചോദിച്ചു, ഉപ്പ സത്യം പറയ്, ആ ചപ്പാത്തിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു? ആ സമയത്ത് APJ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് തൊട്ടടുത്തിരുത്തിയിട്ട് APJ ഉപ്പ പഠിപ്പിക്കുന്നുണ്ട്, മോനെ ചപ്പാത്തിന്റെ കയ്പ് അത് തിന്ന ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തീർന്നു പോകും. പക്ഷെ ചപ്പാത്തി കയ്പുണ്ട് എന്ന് പറഞ്ഞാൽ അറിയാതെയാണെങ്കിലും നമ്മളെ ഉമ്മാന്റെ മുഖത്തൊരു കയ്പുണ്ടാവും. അത് ചിലപ്പോൾ കുറച്ച് അധികം നേരം നമ്മൾ കാണേണ്ടി വരും. ആ ഉമ്മാന്റെ മുഖം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ചപ്പാത്തിന്റെ കയ്പ് ഞാൻ മറന്നത് മോനെ എന്ന് മകനെ ക്വാളിറ്റി പഠിപ്പിക്കുന്ന ഉപ്പയെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം മക്കളോട്, പേരമക്കളോട്, സഹോദരങ്ങളോട്, നമ്മുടെ കൂടെ നിൽക്കുന്ന മനുഷ്യനോട് ഇസ്ലാമിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു പക്ഷേ അപ്പുറത്തുള്ള മനുഷ്യൻ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ പോലും കയർത്ത് സംസാരിക്കാതെ ചേർത്ത് നിർത്തിയിട്ട് ഒന്നിനെ അടുപ്പിച്ച് നിർത്തിയിട്ട് കൊണ്ട് വളരെ കുറച്ചിട്ട് ആ മനുഷ്യനോട് അത് പറഞ്ഞു കൊടുക്കാൻ, സ്നേഹത്തിന്റെ ഭാഷയിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ചുറ്റുള്ള ഓരോ മനുഷ്യനും നമ്മൾ തുറന്നു നോക്കാത്ത സമ്മാന പെട്ടികളാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ മതത്തിന്റെ അനുയായികളാകുന്ന നമുക്ക് സത്യവിശ്വാസികളെ മുഴുവനും ചേർത്ത് നിർത്തി, മനുഷ്യരെ മുഴുവനും ചേർത്ത് നിർത്തി, എന്നെ പോലെ തന്നെ മജ്ജയും മാംസവും രക്തവും ഒക്കെയുള്ള മനുഷ്യനാണ്, എന്നെ പോലെ ചിന്തിക്കുന്ന വികാരങ്ങളുള്ള, ദേഷ്യമുള്ള, സ്ട്രെസ് ഉള്ള മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കി മനുഷ്യനോട് പെരുമാറാൻ കഴിയണം. ആ പെരുമാറ്റം കൂടി നന്നാക്കുമ്പോഴാണ് സത്യവിശ്വാസത്തിന്റെ അന്തസത്ത മുഴുവനായിട്ടും നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അത്തരത്തില് പരിശുദ്ധ ദീനിന്റെ എല്ലാവിധ നന്മകളും ശേഖരിച്ച് എല്ലാവിധ ചെറുതും വലുതുമായ തിന്മകളിൽ നിന്നും മാറി നിന്ന് ആ പരിശുദ്ധ ഖുർആൻ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. നിന്റെ ദീന് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുധാവനം ചെയ്ത് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നാഥ. അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار. اللهم اشف مرضانا وعاف مبتلانا وارحم موتانا وفك أسرانا واجبر كسرانا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وقيامنا وصيامنا وصلاتنا وتلاوتنا وصدقاتنا وسائر أعمالنا الصالحات يا رب العالمين. وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.